രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതേപോലെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് ഒന്ന് ഊതൊക്കെ ഒന്ന് കത്തിച്ച് വെച്ച് ഒരു സ്മെല്ലൊക്കെ ആസ്വദിച്ച് കിച്ചൺ ജോലികൾ ചെയ്യാൻ നല്ല രസമല്ലേ? എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പം എൻ്റെ ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സാറ്റർഡേ ആയതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇന്നപ്പോൾ പഴമാണ് വാട്ടുന്നത്, നെയ്യിൽ വാട്ടിയെടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഇതാ കോഫിയും വെച്ചിട്ടുണ്ട്. ആലിമും കൂടി ഉള്ളതുകൊണ്ട് അവനും ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ആർഭാടത്തിന് മുട്ടയും കൂടി എടുക്കുന്നുണ്ട്. ഇത് ആലിമിനുള്ളതാണ് കേട്ടോ. ഇതിങ്ങനെ ഞാൻ മറിച്ചിടും. എനിക്കും ആലിമിന് ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറ്. എന്നാൽ പിന്നെ കുറച്ച് കാര്യമായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതാ കുറച്ച് ബ്രെഡ് കൂടി എടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ഹെൽത്തി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങളുടെ സൊസൈറ്റിയുടെ വാർഷികമായിരുന്നു കേട്ടോ. അപ്പോൾ സൊസൈറ്റിയിലെ മെമ്പേഴ്സിന് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് കിട്ടേ. ഞങ്ങൾക്ക് ഇതാണ് കേട്ടോ കിട്ടിയത്. പോയി വന്നപ്പോഴത്തേന് അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ദാ വേഗം കുക്കിങ്ങിലേക്ക് കടന്നിട്ടുണ്ട്. മീൻ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ദാ ഫേമസ് ആയിട്ടുള്ള പുളിച്ചാറ് കറിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ഉണ്ടാക്കി നോക്കുന്നത്. പക്ഷെ സൂപ്പറായിരുന്നു കേട്ടോ. നടുക്ക് വെച്ചിരിക്കുന്നത് സോയ ചങ്ക്സ് ആണേ. ഇന്നലത്തെ ആണ് കേട്ടോ. അതൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. നല്ല ചൂട് ചോറിനൊപ്പം ഈ ഒരു പുളിച്ചാറും മീൻ വറുത്തതും കൂട്ടത്തിൽ ഇതാ അച്ചാറും. എന്താ ടേസ്റ്റ് കഴിക്കാനായിട്ട്. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ആയപ്പോൾ എനിക്കൊരു ആഗ്രഹം പായസം ഉണ്ടാക്കാനായിട്ട്. അതും പരിപ്പ് പായസം. കുറേ നാളായിട്ടോ പരിപ്പ് വാങ്ങിച്ചു വെച്ചിട്ട്. എന്നിപ്പോൾ എന്തായാലും ഉണ്ടാക്കാൻ പോവാണ്. അങ്ങനെ പായസവും റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ടുള്ള പായസമായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുടിക്കാനായിട്ട്. അപ്പോൾ വൈകുന്നേരത്തെ ഫുഡിനൊപ്പം നഗറ്റ്സ് വാങ്ങിച്ചിരിക്കുന്നുണ്ടായിരുന്നേ. അതും കൂടി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നൂഡിൽസ് ആണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ. ഓക്കെ.